ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ചായക്കടക്കാർ പക്കവട ഉണ്ടാക്കുന്ന ആ രഹസ്യം ഇതാ. പുറമേ സൂപ്പർ ക്രിസ്പി, അകത്ത് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി. നോസ്റ്റാൾജിക് ഫീലുള്ള ചായക്കട സ്റ്റൈൽ പക്കവട വീട്ടിൽ അതേ സ്വാദിൽ നമുക്കുണ്ടാക്കിയാലോ? മഴയത്തൊരു കപ്പ് ചായയും പിന്നെ ഈ പക്കവടയും, ആഹാ! പക്കവട ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 സവാള മുറിച്ചെടുത്തത്, 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കൈവച്ച് തിരുമ്മി കുഴയ്ക്കുക എന്ന് പറയില്ലേ, അതുപോലെ നല്ലപോലെ ഞരടി വേണം കുഴയ്ക്കാൻ. നല്ലപോലെ കുഴച്ച ശേഷം ഇതിലേക്ക് 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് വീണ്ടും കുഴയ്ക്കണം. ഇതിലിപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നല്ലോണം പ്രസ് ചെയ്ത് കുഴയ്ക്കുമ്പോൾ സവാളയിൽ നിന്നും വെള്ളമെല്ലാം വന്ന് നല്ല പരുവായി കിട്ടും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് വീണ്ടും കുഴയ്ക്കണം. എത്ര കുഴയ്ക്കുന്നോ അത്രയും നമ്മുടെ പക്കോടയ്ക്ക് രുചി കൂടും. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീക്കപ്പ് മൈദ, 1.5 ടീക്കപ്പ് കടലമാവ്, പിന്നെ ക്രിസ്പിനെസ്സിനായിട്ട് 1/2 ടീക്കപ്പ് അരിപ്പൊടി. ഈ ഇൻഗ്രീഡിയൻസിനെ എല്ലാം ഒന്നിച്ചാക്കി നല്ലപോലെ കമ്പൈൻ ആവണം. ആദ്യം തന്നെ വെള്ളം ഒഴിക്കരുത്. എല്ലാം ഒന്ന് മിക്സ് ആയ ശേഷം കുറച്ചായി വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. കുഴച്ചു നോക്കി വെള്ളം ഒഴിച്ചത് പോരാന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം വീണ്ടും ഒഴിച്ച് വീണ്ടും കുഴയ്ക്കുക. ഇങ്ങനെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ തുടരാം. കൂട്ടുകാരെ, നിങ്ങൾ ചായക്കടയിലെ പക്കോട കഴിച്ചിട്ടുണ്ടോ? അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത്രയും ടേസ്റ്റ് എന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മാവിന്റെ ടേസ്റ്റ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പും ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഇനി ഒന്ന് കമ്പൈൻ ചെയ്യാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നിങ്ങൾ തീർച്ചയായും ഈ പക്കോട ഒന്ന് ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി എന്നെ അറിയിക്കും വേണം കേട്ടോ. ബാറ്റർ ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇതിനെ അരമണിക്കൂർ അടച്ച് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് പക്കോട ചുട്ടെടുക്കാം. എണ്ണ ചൂട് പാകമായോ നോക്കാനായിട്ട് ഒരു തുള്ളി മാവ് എണ്ണയിലേക്ക് ഇട്ട് അത് പെട്ടെന്ന് പൊന്തി വരികയാണെങ്കിൽ എണ്ണ കറക്റ്റായി ചൂടായി എന്നാണ് അർത്ഥം. കുറച്ച് മാവെടുത്ത് എണ്ണയിലോട്ടിടാം. ഷേപ്പ് ഒന്നും നോക്കണ്ട. വിരലുകൾ എണ്ണയിൽ തട്ടാതെ സൂക്ഷിക്കണേ. ഒരുപാട് ഹൈറ്റ് ഒന്നും ഇടരുത്, കയ്യിലേക്ക് എണ്ണ തെറിക്കും. ഞാനിതൊക്കെ പറയുന്നത് ബിഗിനേഴ്സിനാണ് കേട്ടോ. അല്ലാത്തവർക്ക് പക്കോട ചുട്ടെടുക്കാൻ അറിയാലോ. ഇട്ട ഉടനെ ഇളക്കരുത്. കുറച്ച് സമയത്തിന് ശേഷം ഫോർക്ക് വെച്ച് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ വശവും ഗോൾഡൻ കളർ ആയ ശേഷം നമുക്കതങ്ങ് കോരിയെടുക്കാം. എണ്ണ പലഹാരം ഉണ്ടാക്കുമ്പം എണ്ണയുടെ ചൂട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. എണ്ണ ആവശ്യത്തിന് ചൂടായ ശേഷം മാത്രം ബാറ്റർ ഇടാം. ചൂട് കുറവാണെങ്കിൽ പലഹാരം എണ്ണ കുടിക്കും. എണ്ണയിലിട്ട് കുറച്ച് കഴിഞ്ഞ് സ്റ്റൗ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം പലഹാരം തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ പെട്ടെന്ന് പുറംഭാഗമെല്ലാം മുരിഞ്ഞു വരും, അകത്ത് വെന്തിട്ടും ഉണ്ടാവില്ല. കോരിയെടുക്കുന്നതിന്റെ തൊട്ടു മുൻപ് സ്റ്റൗവിന്റെ ഫ്ലെയിം ഹൈ ആക്കാൻ മറക്കരുത്. പലഹാരം എണ്ണ കുടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മുഴുവൻ ബാറ്ററും പക്കോടയാക്കിയെടുത്തു. നമ്മൾ എടുത്ത ക്വാണ്ടിറ്റി കൊണ്ട് ഇത്രയും പക്കോടാസ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണം. അവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. പഴയകാല ചായക്കടയുടെ ഓർമ്മയൊക്കെ ഒന്ന് വരട്ടെ. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ പക്കോടയുടെ ഉൾവശം നോക്കൂ, എത്ര സോഫ്റ്റ് ആണല്ലേ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.